മന്ത്രസിദ്ധിയെ പരിമിത പരിമാണത്തിൽ അനുഭവിച്ചു വേണം വളർന്നു പോകാൻ എന്നതുകൊണ്ട് കീലകം പ്രയോഗിച്ചിരിക്കണം എന്ന് ശിവന്റെ അരുളപ്പാടായിട്ടാണ് എണ്ണുന്നത്. അപ്പോ സപ്തസതീ സ്തോത്രം പതുക്കെ ജപിച്ചാൽ ഐശ്വര്യമുണ്ടാകും, ഉറക്ക ജപിച്ചാൽ സർവപുരുഷാർത്ഥങ്ങളും ലഭിക്കും. അതുകൊണ്ട് അത് ഉറക്കെ തന്നെ ജപിക്കണം എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നത് ഈ സ്തോത്രമാണ്, കീലകം. അടുത്തത് ദേവീ കവചം. കവചം എന്ന് പറഞ്ഞാൽ തനുത്വം, ശരീരം കൈക്കൊള്ളുക. അതായത് അസ്ത്രശസ്ത്രാദികളിൽ നിന്നെല്ലാം രക്ഷിച്ചു നിർത്തുന്നത്. മറ്റൊരർത്ഥത്തില് ചട്ട എന്നർത്ഥം. ഒരു കവചം ഉണ്ടാക്കിയിരിക്കുന്നു, അത് ഭേദിച്ചു വേണം അകത്ത് കയറാൻ. അപ്പൊ ശത്രുക്കളുടെ പ്രഹാരങ്ങളിൽ നിന്ന്, അശുഭങ്ങളായ ആപത്തുകളിൽ നിന്ന് മന്ത്രശരീരം കൈക്കൊള്ളുമ്പോൾ അങ്ങനെ ചെയ്യും. പൂജയൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെയുണ്ട്. പൂജ്യപൂജാ വ്യതിക്രമത്തില് പ്രത്യേകം പറയും, സമന്മാർ തമ്മിലേ പൂജയുള്ളൂ, മനുഷ്യനും ഈശ്വരനും തമ്മിൽ പൂജാവിധാനമില്ല, പൂജിച്ചിട്ട് കാര്യമില്ല. ലോകത്തിലെവിടെയും ഏർപ്പാട് സമന്മാർ തമ്മിലാ. എവിടെ വന്നിരുന്നു? സ്വാമിയുടെ ദേവി മഹാത്മ്യം കേൾക്കാനാ വന്നിരുന്നേ. ഒന്നിച്ചൊക്കെ ഇരുന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വന്നവരാണ് എന്ന് വിചാരിച്ച് വർത്തമാനം പറഞ്ഞുകൊള്ളണമെന്നില്ല. ആ വന്ന വണ്ടിയൊക്കെ നോക്കും, ശരിയല്ല, നോക്കുകയല്ല. ആ കൊള്ളാം, തിരക്കേടില്ല, നമുക്ക് ഇടപെടാവുന്നയാളാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പേരെന്താ, എവിടെയാ വീട്, സ്വാമിയുടെ ക്ലാസ് കുറെ കാലായോ കേൾക്കാൻ തുടങ്ങിയിട്ട് ചോദിക്കുവോ? ഉച്ചയ്ക്ക് ഉണ്ണുമ്പോ നോക്കിയാൽ മതി, ചോദിക്കുവോ? അല്ല, ഒരു കാര്യം ചെയ്യൂ, ആ ഫോൺ നമ്പർ ഒന്ന് തരൂ, ഇനിയും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പരസ്പരം വിളിക്കാനും ബന്ധപ്പെടാനും ഒക്കെ ആവുമല്ലോ. എവിടെയെങ്കിലും സ്വാമിയുടെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ അറിയിക്കണേ, പറയുവോ? ഇതുമാതിരി വേറെ വല്ല പരിപാടി ഉണ്ടെങ്കിലും അറിയിക്കണം. ഫോണൊക്കെ എഴുതു. വീട്ടിലെത്തി ഒരു ദിവസം രാവിലെ വെറുതെ ഇരിക്കുമ്പോ തോന്നുന്നു, ഒന്ന് വിളിച്ചു നോക്കാം, നാളായി കണ്ടിട്ട് വിളിച്ചില്ലല്ലോ. ഒന്ന് വിളിച്ചു, കുശലമൊക്കെ ചോദിച്ചു. ഓ, ഇന്ന് 1-ാം തീയതി ആണല്ലോ അല്ലേ, പുതുവത്സര ആശംസകൾ. വെറുതെ ഒരു ആശംസയൊക്കെ നടന്നു. സെയിം ടു യു, നിങ്ങൾക്കും തിരിച്ചു നേർന്നു. അപ്പൊ സമന്മാർ തമ്മിലായി ഇടപാടൊക്കെ. റൈറ്റ്. ബാക്കിയുള്ളവരുടെ ഒന്നും എഴുതത്തില്ല. ഇനി പേരും അഡ്രസ്സും ഒക്കെ എഴുതി കഴിഞ്ഞ് മകളുടെ കല്യാണം വന്നു. തിരുവനന്തപുരവും പാലക്കാടും തമ്മിലുള്ള അകലുണ്ട്, എന്നാലും ഒരു കുറി അയക്കും. തൊട്ടടുത്ത് ഉള്ളവൻ അയച്ചില്ലെങ്കിൽ കൂടി ഈ സമന്മാർ തമ്മിലുള്ള വേഴ്ച ശരിയല്ല. അപ്പൊ വേഴ്ചയെല്ലാം സമന്മാർ തമ്മിലാണ്. സമനല്ലെന്ന് തോന്നുന്നതിനോടൊക്കെ ഗുസ്തി ഉണ്ടാവും. അങ്ങനെ ലോകത്ത് കാണുന്നത്. എനിക്ക് സമനാണ് എന്ന് തോന്നാതിരിക്കുന്നത് കൊണ്ട് സമത്വത്തിലെത്തിക്കണം. സേവിച്ചിട്ടടിയൻ ചിരേണ നൃപതേ തൊത്തുല്യനായിടിനേനെന്ന് കുഞ്ഞൻ നമ്പ്യാരും ഒരിടത്ത് പറയുന്നുണ്ട്. കേറാൻ വാരണമുണ്ടുതേ, അങ്ങക്ക് കയറാൻ ആനയുണ്ട്. മമതഭ, എനിക്കുമുണ്ട്. കൊട്ടാരത്തിന്റെ വാതിൽക്കൽ കയറാൻ ഒരു തടസ്സം. വാരണത്തിന് തടസ്സം എന്നൊരർത്ഥമുണ്ട്. നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കയറാൻ എന്നെ തടഞ്ഞിരിക്കുകയാണ്. കേറാൻ വാരണമുണ്ടുതേ, നിങ്ങൾക്ക് കയറാൻ ആനയുണ്ട്, എനിക്ക് കയറാൻ തടസ്സമുണ്ട്. അവിടെ നമ്മൾ തുല്യരാണ്. രണ്ടും വാരണമാണല്ലോ. ഒട്ടും തന്നെ അരിയില്ലാതെ ശത്രുക്കളില്ല അങ്ങയ്ക്ക്. മമതത, അഷ്ടിക്ക് കുപ്പാട്ടിലും. ഇങ്ങനെയാണ് നമ്മൾ തമ്മിൽ തുല്യരായിരിക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനെ തുല്യരായാൽ ഈ വേഴ്ചയില്ല. അപ്പൊ ഈ വേഴ്ചയില് തുല്യതയാകുന്നിടം വരെ ഈ ഗുസ്തികളെല്ലാം ലോകത്തുണ്ടാവും. അത് വ്യത്യാസമാണ്. അങ്ങനെ പൂജാ വിധാനമില്ല. പൂജാവിധാനത്തിൽ ആദ്യം ഈശ്വരനെ പൂജിക്കാൻ ഈശ്വരനാകണം. മനസ്സിലായില്ല? അതിനാണ് കുളിച്ച് ശുദ്ധമായി വന്ന് മറ്റാരെയും തൊടാതെ. ഇപ്പൊ നീയും ഞാനും വേറെയായി, അല്ലാതെ അയിത്തോ അനാചാരമൊന്നും അല്ല. പറഞ്ഞാൽ മനസ്സിലാവൂല ജനാധിപത്യത്തില്. കാരണം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനായി. ഇപ്പൊ ഞാൻ മനുഷ്യനല്ല, ദേവശരീരമുള്ളവനാണ്, മന്ത്രശരീരമുള്ളവനാണ്. അകത്ത് കയറിയിരുന്ന് ബാഹ്യാഭ്യന്തര ശുചിയായി തീർന്ന് ഓം അസ്ത്രായ ഹും ഭട്ട്, അസ്ത്രായ ഹും ഭട്ട് എന്നൊരു കവചം തീർക്കും. അങ്ങനെ തന്റെ ശരീരത്തെ ദഹിപ്പിച്ചു കളഞ്ഞ് മന്ത്രശരീരിയായി തീർന്നിട്ടാണ് ഈശ്വരനെ ഭജിക്കുന്നത്. ജനാധിപത്യത്തില് നമ്മളായിരുന്നുകൊണ്ട് തന്നെ ഈശ്വരനെ ഇറങ്ങി വരണം. അച്ഛൻ, അമ്മ,
ആചാര്യൻ ഇവരുടെയൊക്കെ സോപാനത്തിലെത്തുമ്പോൾ തന്റെ ഈ മാനവ ശരീരത്തെ കളയുന്നുവെന്നും അവരുടെ സ്വപ്ന ശരീരങ്ങളെ സ്വീകരിക്കുന്നുവെന്നും യാതൊരുവന് ഭാവന ചെയ്യുവാൻ കഴിയുന്നുവോ ആ ഭാവനയുള്ളവന് മാത്രമേ ഈ ആധ്യാത്മികങ്ങളായ അറിവ് ലഭിക്കുകയുള്ളൂ എന്ന് സാരം. ഇതൊന്നും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാത്തവനെ അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒരു നല്ല ബന്ധമുണ്ട്, അതിപ്പോ കളയും. കാരണം ഇങ്ങനൊരു ലോകമുണ്ട്, ആധ്യാത്മിക ലോകം. അതറിയുക എന്നുള്ളത് സംസ്കാരം കൊണ്ടറിയേണ്ടതാണ്, പഠിപ്പിച്ചറിയേണ്ടതല്ല. അതിന് ചിലർക്ക് സംസ്കാരം ഉണ്ടാവും. ഒരു സ്ഥലത്തെത്തുമ്പോ അവസ്ഥ പൂജ്യതേ രാമ ശരീരോനതു പൂജ്യതേ തദാനിം താരകോസിത്വം ഇതാനിം രാജവല്ലഭ. ഭരദ്വാജനാ പറയുന്നത്, മോശക്കാരനല്ല. രാമനും ലക്ഷ്മണനും സീതയും കൂടി മരവുരി അണിഞ്ഞ് ജടാമകുടങ്ങൾ ചാർത്തി ഭരദ്വാജന്റെ ആശ്രമത്തിലെത്തി. ബലമൂലങ്ങളൊക്കെ കൊടുത്തു, അവിടെ ഇരുത്തി. 14 വർഷം തികഞ്ഞു. രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാവണവധവും കഴിഞ്ഞ് ഭരദ്വാജ ആശ്രമത്തിലെത്തി. ആശ്രമത്തിന്റെ വാതിക്കൽ എത്തുമ്പോഴേക്ക് താലപ്പൊലിയൊക്കെ ആയിട്ട് സ്വീകരണം, സകല വിഭവങ്ങളോടും കൂടിയ സദ്യ. ഭരദ്വാജ ആശ്രമം ആകെ മാറി ഒരു രാജകൊട്ടാരം പോലായിരിക്കുന്നു. രാമൻ അത്ഭുതസ്തബ്ധനായി ഋഷിയോട് ചോദിച്ചു, അന്നും ഇന്നും തമ്മിൽ എന്താ ഭേദം? അന്നത്തെ ഋഷിയല്ലേ നിങ്ങൾ? അന്നത്തെ രാമൻ തന്നെയല്ലേ വന്നിരിക്കുന്നേ? അല്ല, അന്ന് നീ സീതയുടെ കെട്ടിയവനാ, ഇന്ന് നീ അയോധ്യയുടെ കെട്ടിയവനാണ്. മനസ്സിലായില്ല? അവസ്ഥയെ പൂജിക്കാനുള്ള ഭാവന വികസിച്ചിട്ടില്ലെങ്കിൽ അത് അറിവില്ലായ്മയാണ്. ഈശ്വരനെ അറിയാൻ പോകുമ്പോൾ അത് നിർബന്ധമാണ്. ഈശ്വരനെ എല്ലാവർക്കും അറിയാനാവില്ല. ഈശ്വരനെ അറിയുന്നത് ഭാവനയിലൂടെയാണ്. അല്ല, ഈശ്വരൻ എന്ന് പറഞ്ഞൊരു മണ്ണാങ്കട്ട ഈ കിട്ടുകയില്ല. അതിന് ഭാരതീയർക്ക് തനതായൊരു വഴിയുണ്ട്. അതിന് കവചം വേണം. കവചം തീർത്ത് തന്നെ ആ ഈശ്വര ഭാവനയിലേക്ക് എത്തിക്കുമ്പോൾ താൻ ഏതൊരു ഈശ്വര സങ്കല്പത്തിൽ നമിക്കുന്നുവോ തന്റെ ഭാവനയെയാണ് നമിക്കുന്നത്. യു കൺ ഫോളോ. അല്ല, അയാളെയല്ല നമസ്കരിക്കുന്നത്. മജ്ജയും മാംസവും ഹൃദ്യത്തേജോ വായുവാകാശങ്ങളുമുള്ള ഒരു തള്ളച്ചിയെയല്ല നമസ്കരിക്കുന്നത്. മാതൃഭാവത്തിൽ എന്റെ ഈശ്വരനെ ഞാൻ നമിക്കുന്നത്. എന്റെ അമ്മ ഈശ്വരനാണ്. എന്റെ ഭാവനയെ ഞാൻ നമിക്കുന്നത്, അവളെയല്ല. ഞാൻ എന്റെ തല കുനിക്കുന്നത് എന്റെ ബോധത്തിന് മുമ്പിലാണ്, അവളുടെ മുമ്പിലല്ല. കുനിയുന്നത് എന്റെ തലയായതുകൊണ്ട് എന്റെ തലയിലാണ്, അവളുടെ കാലിന്റെ അറ്റത്തല്ല. യു കൺ ഫോളോ. ഇത് വേറൊരു ലോകമാണ്. ഇത് യുക്തിയുടെ ലോകമല്ല. അത് വേണ്ടത്ര പഠിപ്പിക്കാൻ എനിക്കറിയാം. ഇത് പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇതുവരെ പഠിപ്പിക്കാത്തത്. ഇതെങ്ങനെ പഠിപ്പിക്കണം എന്നറിയില്ല. എങ്ങനെ പഠിക്കണമെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. വേണ്ടാത്തതൊക്കെ പഠിപ്പിക്കാൻ നന്നായിട്ടറിയാം. വേണ്ടത് പഠിപ്പിക്കാൻ അറിയില്ല, പഠിക്കാനേ അറിയുള്ളൂ. അങ്ങനൊരു വൈകല്യം എനിക്കുമുണ്ട്. അതാണ് എന്റെ കൈവല്യമില്ലായ്മ. അത് തന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെപ്പാടെ വിഷമിക്കും. മറ്റതൊക്കെ വളരെ രസമാണ് പറയാൻ. അവിടെ വാക്കൊക്കെ ഇങ്ങനെ ഒഴുകി വരും. ഇവിടെ വാക്കുകൾ അർത്ഥശൂന്യങ്ങളാവും. അതാ രണ്ടും തമ്മിലുള്ള അന്തരം. കാരണം ഇത് ഗുഹ്യമാണ്. യദ്ഗുഹ്യം പരമം ലോകേ സർവരക്ഷാകരം നൃണാം എന്ന കസ്യചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ എന്ന് തന്നെ ചോദിക്കുന്ന കവചമന്ത്രത്തില് ബ്രഹ്മ ഋഷിയോട്. ഋഷി ബ്രഹ്മാവ്, അനുഷ്ടുപ്പ് ഛന്ദസ്, ചാമുണ്ട ദേവത അംഗന്യാസ കരന്യാസങ്ങളോടുകൂടി ത്രിഗുണാദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി സത്വരജസ് തമസ് ഭാവങ്ങളോടുകൂടിയ ത്രിഗുണാദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി കവചസ്തോത്രം. അതും കഴിഞ്ഞു വേണം നവാക്ഷരിയിലേക്ക് പ്രവേശിക്കാൻ. ആ നവാക്ഷരിയുടെ വ്യാഖ്യാനമാണ് മാഹാത്മ്യകഥനം. അതിൽ മൂർത്തി രഹസ്യമെല്ലാം വരും. അതൊക്കെ വളരെ വിസ്തൃതമായി പഠിക്കേണ്ടതാണ്, വളരെ വിസ്തൃതമായി. അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. കാരണം ദേവി മഹാത്മ്യം കുറച്ചെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്വാമി പോർഷൻ തീർത്തില്ലെന്ന് നിങ്ങൾ പറയും. ഇപ്പൊ ഈ പോർഷൻ തീർക്കലാണ് പഠിക്കലിന്റെയൊക്കെ പ്രാഥമിക തലം. കുറേശ്ശെ കുറേശ്ശെ എവിടുന്നെങ്കിലുമൊക്കെ കേൾക്കാമെന്ന് വിചാരിക്കാം. കാരണം അതൊക്കെ വളരെ വിപുലമായ വിഷയങ്ങളാണ്. 18 ദിവസങ്ങളെങ്കിലും ഉപാസനയോടുകൂടിയിരുന്ന് സാധകൻ ഉപാസനയുള്ള ഗുരുവിന്റെ അടുക്കൽ നിന്ന് പഠിക്കണമെന്നാണ് വിധിയൊക്കെ.
അങ്ങനെയൊക്കെ പഠിച്ചാൽ ഇത് അനുഭൂതമാകുന്ന ആനന്ദം വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ട് അവസ്ഥയെ അറിഞ്ഞ് എന്റെ ഭാവനയെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. എന്റെ മുമ്പിലെത്തുന്ന ഒരു ചെടി, എന്റെ മുമ്പിലെത്തുന്ന ഒരു ജീവൻ, എന്റെ മുമ്പിലെത്തുന്ന ഒരു മൃഗം, എന്റെ മുമ്പിലെത്തുന്ന ഒന്ന് മോശമാണെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെയല്ല, എന്റെ ഭാവനയുടെയാണ്. അപ്പൊ അതിനെ ഞാൻ എന്റെ തന്നെ ബോധത്തിൽ സൃഷ്ടിച്ച് അതിനെ മോശമാക്കി ചിത്രീകരിക്കുമ്പോൾ ഞാൻ മോശമാകുന്നു. ആ ശിലയുടെ മേൽ കണ്ണുകളും കൈകളുമൊക്കെ വെച്ച് അതിൽ മനോഹരമായ ചന്ദന കുങ്കുമാദികളൊക്കെ പൂശി അതിനു ചുറ്റും പുഷ്പങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് മനോഹരമാക്കി അതിനെ ഉപാസിക്കുമ്പോൾ എന്റെ ബോധം പുഷ്പാലങ്കൃതമായി ഉയരുന്നു. ഇത് അറിവുള്ളവന് ചെയ്യാൻ പറ്റുന്നതാ. അറിവില്ലാത്തവന്റെ ലോകമല്ല പൂജ. വിവരമുള്ളവൻ ഒരിക്കലും, ആധുനിക തലത്തിൽ വിവരമുള്ളവൻ ഒരിക്കലും കല്ലിനെ ഈശ്വരനായി കാണാൻ പറ്റില്ല. അറിവുള്ളവന് മാത്രമേ കല്ലിനെ ഈശ്വരനായി കാണാൻ പറ്റൂ. അതുകൊണ്ട് വിഗ്രഹാരാധന മാനവ വികാസത്തിന്റെ അങ്ങേത്തലയ, താഴത്തെ തലയല്ല, വിവരദോഷികൾക്ക് പറഞ്ഞിരിക്കുന്നതല്ല. അതുകൊണ്ടാ പണ്ട് വിവരമില്ലാത്തവനെയൊന്നും അതിനകത്ത് കയറ്റാത്തത്. ഇപ്പൊ പുതുതായിട്ടുള്ള കുറെ പുത്തൻ കൂറ്റുകാർ പഠിപ്പിക്കുന്നത് ഭാരതത്തിന്റെ വിഗ്രഹാരാധനയൊക്കെ താഴ്ന്നതാണ്, അത് പ്രാഥമികമാണ്, പ്രതിമാപൂജ അല്ലേ? അല്ലേ? അങ്ങനെയല്ല. ഭാവന വളരെ ഉയർന്നവന് മാത്രം. രാമകൃഷ്ണനെ പൂജിക്കാം, വിവേകാനന്ദന് പോലും പറ്റുകയില്ല. അതിൽ തന്നെ മനസ്സിലാവും. ഗുരുവിന്റെ ഗൗരവത്തിന്റെ അത്യുന്നതിയിലാണ് വിഗ്രഹപൂജ ആരംഭിക്കുന്നത്. കാരണം വിഗ്രഹത്തിൽ ഈശ്വരനെ കാണണമെന്നുണ്ടെങ്കിൽ അവൻ എല്ലാത്തിലും ഈശ്വരനെ കാണാൻ വികസിച്ചവനാവണം. അല്ലെങ്കിൽ അവിടെ പോയി തൊഴുന്നതിനിടയ്ക്ക് തോന്നും മീനൊരയ്ക്കുന്നതും കല്ല്, തുണി അലക്കുന്നതും കല്ല്, കക്കൂസിന് കീറിയിട്ടിരിക്കുന്നതും കല്ല്, ഇതും കല്ല്. അവന് ഭാവനയില്ല. മനസ്സിലായില്ല? ഒരേ പാറയിൽ നിന്നാണ് വെട്ടിയെടുത്തിരിക്കുന്നതെങ്കിലും അവന് ഭാവന ഇടനയുണ്ടാവും. അവനോട് ചോദിച്ചാൽ അവൻ തല്ലും തരും, സുന്ദരമായ തല്ല്. വീട്ടിൽ കയറി വന്നിട്ട് അവൻ ചോദിക്കും, ഭാര്യ സ്ത്രീ, അമ്മ സ്ത്രീ, മകള് സ്ത്രീ, സഹോദരി സ്ത്രീ, നിനക്കൊരു വ്യത്യാസവും ഇല്ലല്ലോ അല്ലേ? അതിൽ വ്യത്യാസം വരുന്നത് എവിടെയാ? ഭാവനല. ഇതെന്റെ മകൾ. ഇന്ന് വ്യത്യാസം ഇല്ലാതെ വരിക, ചുരുങ്ങി വരിക. അതിന്റെ കുഴപ്പങ്ങളൊക്കെ പത്രം വായിച്ചാൽ മനസ്സിലാവും. മറ്റതല്ല, ഇതെന്റെ മകൾ. ആ ഭാവനയിലുണ്ടാകുന്ന വൈകാരിക തലങ്ങൾ. ഇതെന്റെ അമ്മ, അതിലുണ്ടാകുന്ന ഭാവനാതലങ്ങൾ. ഇതെന്റെ ഭാര്യ, അതിലുണ്ടാകുന്ന ഭാവനാതലങ്ങൾ. ഇതെന്റെ സഹോദരി, അതിലുണ്ടാകുന്ന ഭാവനാതലങ്ങൾ ഏകമല്ല. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടോ നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നു. എനിക്ക് എന്നും പേടിയാ ഞാൻ ഈ പറയുമ്പോ കേൾക്കുന്ന ആളുകളുടെ നിശബ്ദത. അവർ നിശബ്ദതയിലെത്തിയാൽ പേടിക്കണമെന്നാണ്. അതെവിടെയൊക്കെ ചോദിച്ചെന്ന് കൊള്ളുന്നു എന്നാണ്. കാരണം അങ്ങനെ ഒരു പാശ്ചാത്യൻ പറഞ്ഞിട്ടുകൂടിയുണ്ട്, സൈലൻസ് ഈസ് വയലൻസ്. ഒച്ചപ്പാട് വലിയ പേടിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരെന്നും ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നും ജാഥകളും ബഹളങ്ങളും മൈക്കും ഒച്ചപ്പാടും ഉണ്ടെങ്കിൽ ജനങ്ങളെ പേടിക്കണ്ട. എവിടെ ജനങ്ങൾ നിശബ്ദതയിലാകുന്നുവോ ഇനി സൂക്ഷിക്കണം. സുനാമി കഴിഞ്ഞപ്പോൾ തീരപ്രദേശങ്ങളിൽ ജനങ്ങളുടെ നിശബ്ദത കണ്ട് പ്രധാനമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ഒന്ന് ഞെട്ടി. നിശബ്ദത അപകടകരമാണ്. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് ഇത്രയും കനത്ത നിശബ്ദതയ്ക്കായാൽ ഇങ്ങനൊരു തലം അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഭാവന, ആ മൃദുലമായ ഭാവന ലഭിച്ചു കഴിഞ്ഞാൽ, കവചാദികളൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മെല്ലെ ഇതിലേക്ക് പ്രവേശിക്കാം. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കഥ ആരംഭിക്കുന്നത് വീണ്ടും പിങ്കാക്ഷൻ തുടങ്ങിയ പക്ഷികളെ നമുക്കൊന്നുകൂടെ ഓർക്കാം. ക്രൗസ്തുകിയും മാർക്കണ്ഡേയനും തമ്മിലുള്ള സംഭാഷണമാണ്. ആദ്യത്തെ ജൈമിനിയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞ് പക്ഷികൾ പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ട്. ആ പക്ഷികളോട് ജൈമിനി വീണ്ടും പ്രകടമായൊരു ചോദ്യം ചോദിച്ചു, മന്വന്തരങ്ങളെക്കുറിച്ച്. 7 മനുക്കൾ കഴിഞ്ഞു. പ്രഗത്ഭരായ 7 മനുക്കളുടെ കാലം കഴിഞ്ഞു. ആ 7 മനുക്കൾ കഴിഞ്ഞ് പ്രധാനപ്പെട്ടവരായ മന്വന്തരാധീശന്മാരായ
7 പേരുടെ കാലം കഴിഞ്ഞ് 8ാമനായ മനു ആഗമനത്തിന് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ദേവീ മഹാത്മ്യ കഥ ആരംഭിക്കുന്നത്. 7 പ്രസിദ്ധരായ മനുക്കൾ, മന്വന്തരങ്ങളായാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. മന്വന്തരങ്ങൾ കഴിഞ്ഞിട്ട് ആ മന്വന്തരാധീശന്മാരായ സാവർണി, ദക്ഷസാവർണി മുതലായവരൊക്കെ വരാനിരിക്കുന്നവരാണ്. അതിലെ സാവർണി എന്ന മനു സവർണയുടെ പുത്രനാണ്. അയാളുടെ ആഗമന കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ദേവി മഹാത്മ്യം. സാവർണിയിലാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ 7 മനുക്കളുടെ കാലം കഴിഞ്ഞ് ഇനി ആരാണ് മനു ആകേണ്ടത്? സപ്ഞാപുത്രനായ മനു കഴിഞ്ഞു. ഛായാസപ്ഞയുടെ പുത്രൻ വരാൻ പോവുകയാണ്. സൂര്യന്റെ ഭാര്യയായിരുന്നു സപ്ഞ, കേട്ടിട്ടുണ്ടാവും. അങ്ങനെ സൂര്യന് സപ്ഞയിൽ പുത്രനുണ്ടായി. അങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ സൂര്യന്റെ ചൂട് സഹിക്കുന്നില്ല. അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. അപ്പൊ സപ്ഞ തീരുമാനിച്ച് ചൂടൊന്ന് കുറയ്ക്കണം. പഴയ കാലത്ത് താൻ എന്തെങ്കിലും കുറയ്ക്കണം എന്ന് തീരുമാനിച്ചാൽ അയാളുമായി വഴക്കുണ്ടാക്കുകയും മാറ്റുകയും അല്ല പഴയ പതിവ്, അവനവനിൽ മാറ്റം വരുത്തുക പതിവ്. അങ്ങനെ ഈ കഥയുടെ തുടക്കം. നമ്മുടെ പണി ഈ പ്രപഞ്ചം ഉടച്ചു വാർക്കലാണ്, അല്ലേ? വിധിയുടെ സാഹായ്യം അവലംബിച്ച് താറുമാറായ ഈ പ്രപഞ്ചഘടത്തെ കയ്യിലെടുത്ത് അതിനൊന്ന് ഉടച്ചു വാർക്കുകയാണ് എല്ലാ മനുഷ്യനും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. റുബയ്യാത്തിൽ ഒമർ ഖയ്യാമും അങ്ങനെയാണ് പറയുന്നത്. ഹേ പ്രേമഭാജനമേ, വിധിയുടെ സാഹായ്യം അവലംബിച്ച് താറുമാറായ ഘടത്തെ എന്റെ ഉള്ളം കൈയിൽ ഒതുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനെ ഉടച്ചു വാർക്കുമായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. വായിച്ചിട്ടുണ്ടാവും റുബയ്യാത്ത്, ഒമർ ഖയ്യാം. ഖയ്യാമിനെ കേട്ടിട്ടില്ല? ഒരു കുപ്പി വീഞ്ഞും ഒരു കൊച്ചു പാട്ടും നിന്റെ നൃത്തവും ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചം. റുബയ്യാത്തിന് സുപ്രസിദ്ധമായൊരു വ്യാഖ്യാനമുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഇല്ല, എറ്റേണൽ ബ്ലിസിന്റെ. അതും വായിച്ചിട്ടില്ല. യോഗത്തിന്റെ സർവോത്തമനായ ആചാര്യൻ, കേട്ടിട്ടുണ്ടോ? ഇല്ല. പരമഹംസ യോഗാനന്ദ, അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ വ്യാഖ്യാനമുണ്ട് ഉമർ ഖയ്യാമിന്. വായിച്ചിട്ടില്ല. ആ റുബയ്യാത്ത് നമ്മൾ കാണുന്ന ദൃഷ്ടിയിൽ കണ്ടാൽ വേറൊന്നാണ്. മറ്റേ നൃത്തവും വേറെയാണ്, മറ്റേ വീഞ്ഞും വേറെയാണ്. അപ്പൊ ആ റുബയ്യാത്തിൽ പറയുന്ന പോലെ ഈ പ്രപഞ്ചം നുടച്ചു വാർക്കാനാ എല്ലാ മനുഷ്യനും ഓടുന്നത്. പ്രാചീനർ ഓടിയിരുന്നത് പ്രപഞ്ചം തിരുത്താനല്ല, തന്നെ തിരുത്താൻ. താൻ തിരിയുമ്പോൾ പ്രപഞ്ചം തിരിയുന്നു എന്നാണ്. ഞാൻ ചിരിച്ചാൽ ഈ പ്രപഞ്ചം ചിരിക്കുമെന്നും ഞാൻ കരയുമ്പോൾ ഈ പ്രപഞ്ചം കരയുമെന്നും അറിഞ്ഞ് ചിരിക്കാൻ പഠിച്ചവർ അവരിന്നില്ല. അതുകൊണ്ട് സനാതനധർമ്മികൾ ഇന്നില്ല. സംഘടനകൾ വേണ്ടുവോളുണ്ട് സനാതനധർമ്മികൾക്ക്. അവിടെയൊക്കെ ലോകം നന്നാക്കാൻ ഓടി നടക്കുകയാണ്. ആദ്യം ഞാൻ നന്നാകുമ്പോഴാണ് ഈ പ്രപഞ്ചം നന്നാകുന്നതെന്ന പഠിപ്പ് പോലുമില്ല. ആ പഠിപ്പാ പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് സപ്ഞ ഭർത്താവിന്റെ ചൂട് കുറയ്ക്കാൻ തപസ്സിന് തീരുമാനിച്ചു. പണ്ട് എന്തിനും വഴി തപസ്സാണ്. അറിവുണ്ടാകുന്നത് തപസ്സിൽ നിന്നാണ്. അറിവ് കേട്ടും പഠിച്ചും ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ടാണ് ഉപാസനയിലൂടെ അറിവുണ്ടാകുന്നു. ഇന്ന് 100 പുസ്തകം വായിച്ചാൽ പണ്ഡിതനായി. ഒന്നാമത്തെ പുസ്തകത്തിൽ നിന്ന് 1 പേജും, രണ്ടാമത്തതിൽ നിന്ന് 2ാമത്തെ പേജും, മൂന്നാമത്തതിൽ നിന്ന് 3ാമത്തെ പേജും കൂട്ടിച്ചേർത്ത് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാക്കുമ്പോൾ പുതിയൊരു പുസ്തകവും പുതിയൊരു പണ്ഡിതനും പുതിയൊരു അവാർഡും. ഇങ്ങനെ കൂട്ടിവെച്ചായി പഠിത്തമെല്ലാം. പണ്ടുള്ളവരങ്ങനല്ല പഠിക്കുന്നത്. തന്നിലെ പുസ്തകത്തിലേക്ക് നോക്കിയാണ്. അതിന് ഉപാസന വേണമെന്നാണ് പറയാ. അടുത്തിരിക്കണം. ഗുരുവിന്റെ അടുത്ത്, തദ്വാര തന്റെ തന്നെ അടുത്ത്, തദ്വാര ഈശ്വരന്റെ അടുത്ത്. അത് അവരുടെ വഴി. ഉപാസിതവ്യമാണ് അറിവ്. അങ്ങനെ അവർ പഠിക്കുന്നത്. അപ്പൊ സജ്ഞയും തപസ്സിനായിപ്പോയി. പോകുമ്പോ ഭർത്തൃപരിചരണമൊക്കെ വേണമല്ലോ. അതുകൊണ്ട് അവളുടെ ഛായയെ അവിടെ നിർത്തി. അതുകൊണ്ട് ഛായാസജ്ഞയെ ഭർത്തൃപരിചരണമെല്ലാം ഏൽപ്പിച്ച്, അത്രയും തപസ്സുണ്ട് ഓൾറെഡി, എന്നിട്ട് തപസ്സിന് പോയി. ഛായാസജ്ഞയിൽ സൂര്യനുണ്ടായ പുത്രനാണ് സാവർണി. ആ സാവർണി മനുവാകുന്ന കഥയാണ് മന്വന്തരങ്ങളെക്കുറിച്ച് ക്രോഷ്ടുകി ചോദിച്ചതും ക്രോഷ്ടുകിക്ക് മാർക്കണ്ഡേയൻ പറഞ്ഞുകൊടുത്തതും. അതുതന്നെയാണ് മന്വന്തരാധീശന്മാരെ പറ്റിയുള്ള
ചോദ്യങ്ങളിൽ, കാലത്തെപ്പറ്റിയുള്ള ചോദ്യങ്ങളിൽ പക്ഷികൾ ജൈമിനിക്ക് ഇവരുടെ സംഭാഷണമായി കാണിച്ചു കൊടുത്തു. ആ സാവർണി, സൂര്യതനയനായ സാവർണി അഷ്ടമനായ മനുവായിട്ട് തീർന്ന കഥ. അതാ നമ്മൾ കാണുന്ന ദേവീ മഹാത്മ്യത്തിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെ. ഇപ്പോൾ ആ മന്വന്തരാധീശനായ മനു അല്ല. നമ്മളുടെ കഥ നടക്കുമ്പോൾ അയാൾ വെറും ഒരു രാജാവാണ്. പേര് സുരഥൻ. നല്ല രഥത്തോടു കൂടിയവൻ. നല്ല രഥമുണ്ടാവുക വളരെ പാടുള്ളതാണ്. കാരണം രഥം ഈ ശരീരമാണ്. ഈ ശരീരം നന്നായിരിക്കുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. ശരീരം നന്നായിരുന്നില്ലെങ്കിൽ ഒരു പണിയും നടക്കുകയില്ല. ഈ രഥത്തിന് എത്ര കാലത്തെ കാലാവധി ഉണ്ടാവും? 120 കൊല്ലം വരെ ഉണ്ടാവും. പണ്ട് 400 കൊല്ലം വരെ ഉണ്ടാവുക. 400 കൊല്ലം വരെ കേടുകൂടാതിരുന്ന രഥം പിന്നെ നേരത്തെ കേടുവരാൻ തുടങ്ങി. അപ്പോൾ ഋഷിമാർ സമ്മേളിച്ചു പ്രാഗ്ജ്യോതിഷത്തില്. എന്നിട്ടിത് കേടുകൂടാതെ 120 കൊല്ലം വരെ ഇരുത്താനുള്ള വിദ്യകളൊക്കെ ഉണ്ടാക്കി. അതിന് സ്വസ്ഥവൃത്തമെന്നും ആതുരവൃത്തമെന്നും ഒക്കെ പറയും. അതനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു 120 കൊല്ലം ഈ രഥവും കൊണ്ട് നടക്കാം. ആകെ പൂർണ്ണ വളർച്ച എത്താനുള്ളതിന്റെ 6 ഇരട്ടി കാലം. രഥം നന്നായിരുന്നാൽ മാത്രമേ രഥിക്ക് രഥം നിയന്ത്രിക്കാൻ പറ്റൂ. ശരീരമാണ് ഈ രഥം, ബുദ്ധിയാണിതിലെ സാരഥി. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ കെട്ടിയാ ഓടിക്കുന്നത്. മനസ്സാണ് കടിഞ്ഞാൺ. ഇതില് കേവലനായിരിക്കുന്ന ആത്മാവാണ് സ്വാമി, രഥത്തിലെ സ്വാമി. അപ്പോ ശരീരമാകുന്ന രഥം, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ, ബുദ്ധിയാകുന്ന സാരഥി, മനസ്സാകുന്ന കടിഞ്ഞാൺ, ആത്മാവാകുന്ന രഥി സ്വാമി. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാന്യാഹു എന്നതിന് പ്രമാണം കഠം. ഇത് കേട്ട് ഗീത മനസ്സിൽ ഓർക്കരുത്. ഗീതയിലെ രഥകൽപ്പന വേറെയാണ്. അവിടെ 4 ഉള്ളൂ കുതിര, 5 ഇല്ല. ഇപ്പോഴത്തെ പല രംഗങ്ങളിലും 5 കുതിരയെ വരച്ചു വെക്കും, 5 ഇല്ല. അഗ്നിദേവൻ അർജുനന് കൊടുത്ത രഥത്തിൽ 4 കുതിരകളെ ഉള്ളൂവെന്ന് ഖാണ്ഡവദാഹ സമയത്ത് വായിച്ചാൽ മനസ്സിലാവും. മാത്രമല്ല, അതിനെ കഠോപനിഷത്തിലെ രഥകൽപ്പനയായിട്ട് കൊണ്ടുപോയാൽ അർജുനൻ ആത്മാവും കൃഷ്ണൻ ബുദ്ധിയായിട്ട് മാറും. അത് വൈകല്യമാണ്, കൈവല്യമല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പഠിച്ചേക്കരുത്. ഇത് കേട്ടിട്ട് പോയിട്ട് സ്വാമിയും പറഞ്ഞു രഥം, ആ രഥം വേറെ, ഈ രഥം വേറെ. രഥത്തിൽ എല്ലാവരുടെയും കുതിരകൾ നിയന്ത്രണത്തിലാവില്ല. ദുഷ്ടാശ്വങ്ങളുണ്ട്. ദുഷ്ടാശ്വങ്ങളെ തേരാളി പിടിച്ചാൽ നിൽക്കുകയില്ല. അശ്വങ്ങൾ ശിക്ഷിതരായിരിക്കണം. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ജീവിതം. എങ്ങനെ കാണണം, എങ്ങനെ കേൾക്കണം, എങ്ങനെ തൊടണം, എങ്ങനെ നക്കണം എന്നൊക്കെ ചില നിയമവ്യവസ്ഥകളുണ്ട്. പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇതിന് കാരണം അന്ന് അശ്വങ്ങൾ സുശിക്ഷിതങ്ങളാണ്. സുശിക്ഷിതങ്ങളായ അശ്വങ്ങളുള്ളവന്റെ തേര് നേരെ പോകും. അവനെ സുരഥൻ എന്ന് വിളിക്കും. ഇവിടെ ഒരല്പം നിന്ദാസ്തുതിയുണ്ട്. ഇയാൾ ഒരല്പം കുതിര പിടിച്ച വഴിയെ പോയി. ഫലം വന്ന ഗതികേടാണ്. സുരഥൻ എന്ന ചക്രവർത്തി നായാട്ടിന് പോയി. നായാട്ട് നിഷിദ്ധമാണ് രാജാക്കന്മാർക്ക്. നിങ്ങൾ തിരിച്ചാ പഠിച്ചിരിക്കുന്നത്. അല്ല, ഉത്തമന്മാരായ രാജാക്കന്മാർക്ക് നായാട്ടും ചൂതുമൊക്കെ നിഷിദ്ധമാണ്. എത്ര ഉത്തമനായാലും ചൂതും നായാട്ടുമൊക്കെ സ്വീകരിച്ചാൽ പതിക്കും. ചൂതുമൂലം പതിച്ചവനാണ് നളനും യുധിഷ്ഠിരനും. നായാട്ടുകൊണ്ട് ദുഷിച്ചവനാണ് രാമൻ. ദശരഥനും രാമനും മാനിനെ വേട്ടയാടാനാ പോയെ. രാമനായതുകൊണ്ട് വിധി മാറിയില്ല. അതിൽ നിന്ന് പഠിക്കേണ്ടത് രാമന്റെ ഗതി ഇതാണെങ്കിൽ കുഞ്ഞിരാമ നിന്റെ ഗതി അർത്ഥാവത്തിയില്ല.
അതിനു പകരം അവിടെ ദൈവകൽപ്പന ഉണ്ടാക്കാൻ പോയാൽ പോയി. സാക്ഷാൽ ദൈവം മനുഷ്യനായി നായാടാൻ പോയാൽ ശിംശപാ വൃക്ഷച്ചുവട്ടിലേക്കാണ് സീത പോകുന്നതെങ്കിൽ നീ നായാടുമ്പോഴെങ്ങോട്ടാടാ പോവുക എന്ന് ചോദിക്കാം. നായാട്ടരുത്. നായാട്ട് രാജാവിന് പറഞ്ഞിട്ടുള്ളതല്ല. നായാട്ട് സ്മൃതികളെ കളയുന്നതാണ്. അതുകൊണ്ടാണല്ലോ കാളിദാസൻ നായാട്ടിനെതിരെ ഒരു കൃതി തന്നെ രചിക്കുന്നത്. കാളിദാസന്റെ സുപ്രസിദ്ധമായ കൃതി ശാകുന്തളമാണ്. അതിന്റെ ആരംഭത്തിൽ നാം കാണുന്നത് തന്നെ നായാട്ടിനിറങ്ങിത്തിരിച്ച് പിനാകിയെപ്പോലെ വില്ലും അമ്പും ധരിച്ചു വരുന്ന ദുഷ്യന്തൻ എന്ന ചക്രവർത്തിയാണ്. മുമ്പില് വിഷ്ടമാങ്കയ്ക്കു തുല്യം തിന്നുന്ന പുല്ലിനെ വഴിക്ക് കാഷ്ടിച്ച് പറന്നോടുന്ന ഒരു മൃഗത്തെയാ കാണുന്നത്. മനസ്സിലായില്ല? മാനങ്ങനെ ഭയന്നോടുകയാണ്. പിന്നിലേക്ക് തന്റെ പിൻഭാഗം വളച്ച് അമ്പ് വരുന്നുവെന്ന് ഭയന്നായി വളച്ചിരിക്കുന്നത്. ഒതുങ്ങിക്കൂടി ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോ രാജാവും പിന്നാലെ പോവാണ്. അമ്പയ്യാൻ ലക്ഷ്യം കുറിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴാ ഒരു ശബ്ദം കേൾക്കുന്നത്. അത് ആശ്രമമൃഗമാണ്, കൊല്ലരുത്. രാജാവ് വില്ല് പിൻവലിച്ചു, അമ്പ് പിൻവലിച്ചു. അമ്പ് പിൻവലിച്ചതുകൊണ്ട് 6-ാം അംഗത്തിൽ രാജാവ് ഒരു ചിത്രം എഴുതി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രം. അതുപോലൊരു ചിത്രം ലോകത്ത് ഇതുവരെ വരച്ചിട്ടില്ലാരും. കാര്യാസൈകത ലീനഹംസമിഥുന ശ്രോതോവഹാ മാലിനീം. മലയാളം മനസ്സിലാവുമായിരിക്കും. ശാലേ മാലിനിയും മരാളമിഥുനം വാഴും മണൽത്തിട്ടയും. ആ ചോലയ്ക്കപ്പുറത്ത് വളർന്നു നിൽക്കുന്ന മരങ്ങൾ. ചീരം ചാർത്തിന വൃക്ഷം ഒന്ന്. അതിനടിക്കായിട്ട് കാന്തന്റെ മെയ് ചാരി കൊമ്പിലിടത്തുകൺ ഉരസുമാ മാൻപേടയും വേണ്ടതാം. വിഷണ്ണ ഹരിണ ഗൗരീഗുരോ പവന. കാളിദാസൻ മൂലമാ കുറെ കൂടെ ഗംഭീരം. മലയാളത്തിലേക്കാകുമ്പോ അതിന്റെ ചോർച്ച, വല്ലാത്ത ചോർച്ച. ശാഖാലംബിത വൽക്കലസ്യ. അതിന്റെ താഴെയോ വാമനയനം കണ്ടൂയമാനാം മൃഗീം. മാനിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇടത്തേക്കെണ്ണ. അത് തന്റെ ഇണയുടെ കൊമ്പിലുരസുന്ന മാനിന്റെ വികാസമില്ലാത്തൊരു ചക്രവർത്തിയുടെ ഗതികേടോർത്തെഴുതുന്ന ഈ ചിത്രം. മനുഷ്യനുള്ള അടിയാണ്. ആ വനത്തില് കണ്വാശ്രമവാടിയിലെത്തി ശകുന്തളയെ ഗാന്ധർവവിധി പ്രകാരം വിവാഹം കഴിച്ച് ആ ശകുന്തള ഗർഭിണിയായിരിക്കെ തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി സർവതമന ശാരദ്വതന്മാർ പറഞ്ഞു കഴിഞ്ഞ് വിസ്മൃതി കൊണ്ട് അവളെ തള്ളിക്കളഞ്ഞ് കഴിഞ്ഞ് മോതിരം കയ്യിൽ കിട്ടുമ്പോൾ വീണ്ടും സ്മൃതി വരുമ്പോൾ താൻ കണ്ട ആശ്രമത്തിന്റെ വാടിയില് ആ മാലിനീ നദിയുടെ തീരത്ത് ചീരം ചാർത്തിന കൊമ്പും അതിന്റെ താഴെ നിന്ന് കൂർത്ത ആൺമാനിന്റെ കൊമ്പില് ഇടത്തെ കണ്ണുരസുന്ന പേടമാനും നിൽക്കുമ്പോൾ മൃഗങ്ങളുടെ ആ സ്നേഹപ്രകടനം പോലും ഇല്ലാതായ കർത്തവ്യനിഷ്ഠയുടെ കരാളഹസ്തങ്ങളുള്ളൊരു ചക്രവർത്തിയുടെ ഗതികേടോർത്ത് വിലപിക്കുന്ന വിലാപം മൗനമായി തളച്ച ആ ചിത്രം ഭാരതീയ സംസ്കൃതിയുടെ വലിയൊരു രംഗം ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പൊ നായാട്ടാണ് അവിടെയും രാജാവ് ചെയ്തത്, നരനായാട്ട്. അപ്പൊ നായാട്ട് നിഷിദ്ധമാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന നായാടുന്നത് ആ രാജാക്കന്മാരും നായന്മാരും ഒക്കെ. നായന്മാർ എന്ന് പറഞ്ഞാൽ നായാടുന്നവർ എന്നാണ്. നായാടുന്നവർ, നായാടിയും നായരുമായി വ്യത്യാസമില്ലെന്ന് സാരം. അപ്പോ പുറത്ത് കല, കഞ്ഞി പിഴിഞ്ഞ മുണ്ട്, പീശാങ്കത്തി, പുറത്ത് നിറച്ച് രോമമുണ്ടാവും, പുറത്ത് കലയുണ്ടാവും, വെടിക്കല, പിന്നെ കഞ്ഞി പിഴിഞ്ഞ മുണ്ട്, പിന്നെ എളിയിലൊരു പീശാങ്കത്തി ഉണ്ടാവും എപ്പോഴും, നല്ല കുംഭയുണ്ടാവും, കൊടവയറ്. അതിപ്പോഴും ഉണ്ടല്ലേ. അപ്പോ നായാട്ടിനായി രാജാവും പോകുന്നത്. മൃഗയാ വ്യാജേന. നായാട്ട് വളരെ നിഷിദ്ധമാണെന്ന് ഓർക്കണം. അതാ നമുക്കാവശ്യം.